മനുഷ്യൻ്റെ ക്രൂരതയ്ക്ക് അതിരുകളില്ലെന്ന് രണ്ടാം ലോകമഹായുദ്ധവും കോൺസെൻട്രേഷൻ ക്യാമ്പുകളും ലോകത്തെ പഠിപ്പിച്ചു. ലക്ഷക്കണക്കിന് ജൂതന്മാരെ നാസി ഭരണകൂടം ക്രൂരമായി കൊലപ്പെടുത്തിയ ആ കാലഘട്ടം ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ദുരന്തങ്ങളിലൊന്നായി ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. എന്നാൽ അതേ ഭീകരതയുടെ കരിനിഴലിലും നന്മയുടെ ഒരു ചെറുവിരൽ ഉയർത്തിപ്പിടിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ ദുരന്തത്തിൻ്റെ നടുവിൽ സ്വന്തം ജീവൻ പോലും അപകടത്തിലാക്കി ആയിരത്തിലധികം നിരപരാധികളായ ജൂതന്മാരെ മരണത്തിൻ്റെ ഗ്യാസ് ചേംബറുകളിൽ നിന്ന് സ്വന്തം സമ്പത്തും ജീവനും പണയം വച്ച് രക്ഷിച്ച ഒരു ജർമ്മൻ വ്യവസായിയുടെ യഥാർത്ഥ കഥയാണ് 1993 പുറത്തിറങ്ങിയ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന മഹത്തായ സിനിമ പറയുന്നത്. ആ കഥ സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗ് തൻ്റെ ക്യാമറയിലൂടെ ലോകത്തിന് മുൻപിലേക്ക് തുറന്നു വച്ചപ്പോൾ അത് വെറുമൊരു സിനിമയായിരുന്നില്ല, ചരിത്രത്തിൻ്റെ നടുക്കുന്ന സാക്ഷ്യപത്രമായിരുന്നു. 1993 പുറത്തിറങ്ങിയ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് ഒരു സാധാരണ സിനിമയല്ല, മനുഷ്യൻ്റെ കരുണയുടെയും ധൈര്യത്തിൻ്റെയും മനസാക്ഷിയുടെയും ശാശ്വത സ്മാരകമാണ്. 1982 ഓസ്ട്രേലിയൻ എഴുത്തുകാരനായ തോമസ് കെനീലി എഴുതിയ ഷിൻഡ്ലേഴ്സ് ആർക്ക് എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ രൂപം കൊണ്ടത്. നോവലിന് പ്രചോദനമായത് ഓസ്കാർ ഷിൻഡ്ലർ രക്ഷിച്ചവരിൽ ഒരാളായ പോൾഡെക് ഫെബർബർഗിൻ്റെ അനുഭവങ്ങളായിരുന്നു. ഈ പുസ്തകം വായിച്ച ഉടൻ തന്നെ പ്രശസ്ത സംവിധായകൻ സ്റ്റീവൻ സ്പിൽബർഗ് ഇതിൻ്റെ സിനിമാ അവകാശം സ്വന്തമാക്കുകയുണ്ടായി. എന്നാൽ ഇത്രയും വലിയൊരു ചരിത്രപരമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ താൻ പക്വത പ്രാപിച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം വർഷങ്ങളോളം ഈ പ്രോജക്റ്റ് മാറ്റിവെച്ചു. സമകാലികരായ മാർട്ടിൻ സ്കോർസെസി, റോമാൻ പൊളാൻസ്കി തുടങ്ങിയ വമ്പൻ സംവിധായകർക്ക് ഈ ചിത്രം കൈമാറാനും അദ്ദേഹം തയ്യാറായിരുന്നു. എന്നാൽ ഒടുവിൽ സ്വന്തം ജൂത പൈതൃകത്തോടുള്ള കടമയായി അദ്ദേഹം തന്നെ ഈ ദൗത്യം ഏറ്റെടുക്കുകയായിരുന്നു. ഈ കഥ പറയേണ്ടത് തൻ്റെ കടമയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പോളണ്ടിലെ ക്രാക്കോവിലുള്ള യഥാർത്ഥ ലൊക്കേഷനുകളിൽ വെച്ചായിരുന്നു ഈ സിനിമയുടെ ചിത്രീകരണം നടന്നത്. സിനിമയുടെ യാഥാർത്ഥ്യം നിലനിർത്താൻ സ്പിൽബർഗ് ഭൂരിഭാഗം രംഗങ്ങളും ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചിത്രീകരിച്ചത്. ഇത് പഴയ ഡോക്യുമെൻ്ററി ദൃശ്യങ്ങളുടെ അനുഭവം പ്രേക്ഷകർക്ക് നൽകുകയും കഥയുടെ വൈകാരിക ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഹോളോകോസ്റ്റ് അതിജീവനത്തെ ഇത്രയും സൂക്ഷ്മമായും സത്യസന്ധമായും ദൃശ്യവൽക്കരിച്ച മറ്റൊരു സിനിമയില്ല. സിനിമ പൂർണ്ണമായും ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നിട്ടുകൂടിയും അതിൽ കടന്നു പോകുന്ന ചുവന്ന കോട്ടിട്ട ഒരു പെൺകുട്ടി, ഗേൾ ഇൻ ദ റെഡ് കോട്ട്, സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ദൃശ്യങ്ങളിലൊന്നായി ഇന്നും വിലയിരുത്തപ്പെടുന്നു. നാസി ക്രൂരതയ്ക്ക് നേരെ കണ്ണടച്ച ലോകരാജ്യങ്ങളുടെ നിസ്സംഗതയുടെ പ്രതീകമായിരുന്നു ആ ചുവന്ന നിറം. നാസി പാർട്ടിയിൽ വിശ്വസിക്കുന്ന, യുദ്ധത്തിൻ്റെ മറവിൽ പണം സമ്പാദിക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഓസ്കാർ ഷിൻഡ്ലർ എന്ന ധനികനായ ജർമ്മൻ വ്യവസായിയുടെ മാറ്റമാണ് സിനിമയുടെ കാതൽ. പോളണ്ടിൽ നാസികൾ പിടിമുറുക്കിയതോടെ തൻ്റെ ഫാക്ടറിയിൽ പണിയെടുക്കാൻ ജൂത തൊഴിലാളികളെ ഷിൻഡ്ലർ നിയമിക്കുന്നു. കാരണം അവരുടെ അധ്വാനത്തിന് കൂലി വളരെ കുറവായിരുന്നു. തുടക്കത്തിൽ ലാഭം മാത്രം നോക്കിയിരുന്ന ഷിൻഡ്ലറുടെ മനസ്സ് പതുക്കെ മാറുകയാണ്. പ്ലാസോവ് കോൺസെൻട്രേഷൻ ക്യാമ്പിലെ കമാൻഡറായ അമോൺ ഗോത്തിൻ്റെ ക്രൂരതകൾക്കും ജൂതന്മാരുടെ കൂട്ടക്കുരുതികൾക്കും ഷിൻഡ്ലർ ദൃക്സാക്ഷിയാകുന്നു. അവിടെ നിന്നാണ് ഷിൻഡ്ലറുടെ പരിവർത്തനം തുടങ്ങുന്നത്. സ്വന്തം ജീവനും സമ്പാദ്യവും അപകടത്തിലാക്കിക്കൊണ്ട് തൻ്റെ ഫാക്ടറിയിലെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നിടത്താണ് ഈ സിനിമയുടെയും അടിസ്ഥാന കഥയുടെയും ആരംഭം. തുടർന്ന് സ്വന്തം സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ച് കഴിയുന്നത്ര ജൂതന്മാരെ മരണ ക്യാമ്പുകളിൽ നിന്ന് രക്ഷിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. തൊഴിലാളികളുടെ പേരുകൾ ഉൾപ്പെടുത്തിയ ഒരു പട്ടിക തയ്യാറാക്കപ്പെടുന്നു. പിന്നീട് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടിയ ആ പട്ടികയിലുണ്ടായിരുന്ന ഏകദേശം 1100-ലധികം ആളുകളാണ് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. സിനിമയുടെ അവസാനത്തിൽ എൻ്റെ കാറും മോതിരവും വിറ്റിരുന്നുവെങ്കിൽ എനിക്ക് ഇനിയും കൂടുതൽ പേര് രക്ഷിക്കാമായിരുന്നു എന്ന് പറഞ്ഞ് ഓസ്കാർ ഷിൻഡ്ലർ കരഞ്ഞ് തകർന്നു വീഴുന്ന രംഗം ലോക സിനിമയിലെ തന്നെ ഏറ്റവും ഹൃദയസ്പർശിയായ നിമിഷങ്ങളിലൊന്നായി വാഴ്ത്തപ്പെടുന്നു. 1993 നവംബർ 30 അമേരിക്കയിൽ പരിമിത പ്രദർശനമായാണ് ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് ആദ്യം റിലീസ് ചെയ്തത്. പിന്നീട് ഡിസംബർ 15 ഏതാണ്ട് 2 ആഴ്ചകൾക്ക് ശേഷം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഈ സിനിമ എത്തി. ഡോക്യുമെൻ്ററി ശൈലിയിലുള്ള അനുഭവം നൽകാൻ സിനിമ പൂർണ്ണമായി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് സ്പിൽബർഗ് ചിത്രീകരിച്ചിരുന്നത്. ഈ പരീക്ഷണം വൻ വിജയമായി മാറി.
ആളുകൾ ആദ്യം സംശയിച്ചിരുന്നുവെങ്കിലും ചിത്രം കണ്ട പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ ഈ മാസ്റ്റർ പീസിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. കേവലം $22 മില്യൺ ബഡ്ജറ്റിൽ മാത്രം നിർമ്മിച്ച ഈ സിനിമ ലോകമെമ്പാടുമുള്ള ബോക്സ് ഓഫീസിൽ നിന്ന് $322 മില്യൺ കളക്ട് ചെയ്തു. ആ വർഷത്തെ ഓസ്കാർ അവാർഡുകളിൽ ഈ ചിത്രം ചരിത്രം കുറിച്ചു. മികച്ച സിനിമ, മികച്ച സംവിധായകൻ എന്നിവയുൾപ്പെടെ 7 പ്രധാനപ്പെട്ട അക്കാദമി അവാർഡുകളാണ് ഈ മഹത്തായ ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ സ്വന്തമാക്കിയത്. ലിയാം നീസൺ അവതരിപ്പിച്ച ഓസ്കാർ ഷിൻഡ്ലർ എന്ന കഥാപാത്രം ആ നടൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. റാൽഫ് ഫൈൻസ് അവതരിപ്പിച്ച നാസി ഉദ്യോഗസ്ഥൻ അമോൻ ഗോത്ത് സിനിമയിലെ ഏറ്റവും ഭയാനകമായ വില്ലൻ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. വിഖ്യാതനായ ബെൻ കിങ്സ്ലി അവതരിപ്പിച്ച ഇറ്റ്സക് സ്റ്റേൺ എന്ന കഥാപാത്രവും ചിത്രത്തിൻ്റെ ആത്മാവാണ്. ജോൺ വില്യംസിൻ്റെ സംഗീതവും ജാനിഷ് കാമിൻസ്കിയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഛായാഗ്രഹണവും സിനിമയെ ഒരു കലാസൃഷ്ടിയുടെ ഉന്നതികളിലേക്ക് എത്തിച്ചു. ഷിൻലേഴ്സ് ലിസ്റ്റ് ലോക സിനിമയിൽ ചരിത്രപരമായ വഴിത്തിരിവായി മാറി. ഹോളോകോസ്റ്റിനെ കുറിച്ചുള്ള പൊതുബോധം ലോകമെമ്പാടും വർദ്ധിപ്പിക്കുന്നതിൽ ഈ സിനിമ നിർണായകമായ പങ്കുവഹിച്ചു. ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം സ്റ്റീവൻ സ്പിൽബർഗ് ഷോക്ക് ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. ഹോളോകോസ്റ്റ് അതിജീവിച്ചവരുടെ ആയിരക്കണക്കിന് മൊഴികൾ രേഖപ്പെടുത്തി ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അങ്ങനെ 50,000-ലധികം ആളുകളുടെ സാക്ഷ്യപത്രങ്ങൾ രേഖപ്പെടുത്താൻ ഇത് സഹായിച്ചു. ഭാവി തലമുറകൾക്ക് വംശീയതയ്ക്കെതിരെയുള്ള ഒരു വലിയ പാഠപുസ്തകമായി ഈ ചിത്രം ഇന്നും നിലകൊള്ളുന്നു. ലോകത്തെ നിരവധി രാജ്യങ്ങളിലെ സ്കൂളുകളിലും സർവകലാശാലകളിലും ഈ സിനിമ പഠന വിഷയമായി ഉപയോഗിക്കപ്പെട്ടു. ചരിത്രം പഠിപ്പിക്കാനുള്ള ഏറ്റവും ശക്തമായ ദൃശ്യരേഖകളിലൊന്നായി ഇന്നും ഇത് കണക്കാക്കപ്പെടുന്നു. അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്കാലത്തെയും മികച്ച സിനിമകളുടെ പട്ടികയിലും ഈ സിനിമ ഇടം നേടി. കാലം എത്ര കഴിഞ്ഞാലും മനുഷ്യ കാരുണ്യത്തിൻ്റെ മഹത്തായ ഉദാഹരണമായി ഷിൻലേഴ്സ് ലിസ്റ്റ് എന്നും നിലകൊള്ളും. ഷിൻലേഴ്സ് ലിസ്റ്റ് ഒരു യുദ്ധ സിനിമയല്ല, അത് മനുഷ്യൻ്റെ ഉള്ളിലെ നന്മയെക്കുറിച്ചുള്ള സിനിമയാണ്. വെറുപ്പിൻ്റെയും ക്രൂരതയുടെയും നടുവിൽ ഒരാളുടെ ധൈര്യത്തിനും കരുണയ്ക്കും ആയിരക്കണക്കിന് ജീവനുകൾ രക്ഷിക്കാനാകുമെന്ന് തെളിയിച്ച ഒരു യഥാർത്ഥ കഥ.